1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇവിടെ ആ ഭാഗം ഞാൻ തുറന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിരമിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ല് പെറുക്കി കളയാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. ഇങ്ങനെ ആ, കാലങ്ങളെ കുറിച്ചുള്ള പല കാര്യങ്ങളും സഭാപ്രസംഗി ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ, ഇതില് ഓരോ കാര്യങ്ങളെയും നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് സഭാപ്രസംഗി അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് പ്രിയ സുനിൽ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഒഴികെയുള്ള എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. സത്യം പറഞ്ഞാൽ നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ചില സമയത്ത് അറിയാതെ നമ്മളുടെ മൈക്ക് അങ്ങ് ഓണായി പോകും. മൈക്ക് ഓണാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ നിന്ന് പറയുകയാണ്, ഇന്നയാളുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവൂ. അപ്പോൾ പെട്ടെന്ന് നമുക്കത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടാവും. ചിലർ അത് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ജാള്യത അവർക്കുണ്ടാവും. ചിലർ പെട്ടെന്ന് പേടിച്ചു പോകും, കാരണം ഞാൻ എന്തെങ്കിലും അരുതാത്ത വല്ലതും പറഞ്ഞു പോയോ. വാസ്തവത്തില് ഈ 7-ാം വാക്യത്തെ പറഞ്ഞിരിക്കുന്നത് മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. ഞാൻ ആ ഒരു വാക്യത്തെ ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുകയും എന്നാൽ മറ്റുള്ളവരോട് നമ്മളെ അങ്ങനെ പറയുന്നത് കേൾക്കാൻ നാം ആഗ്രഹിക്കാത്തതുമായ ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ആ കാര്യമായിരിക്കും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഒന്നും മിണ്ടാതിരിക്കാമോ എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ ആളുകൾ അവസരം തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ സന്തോഷവാനായിരിക്കും. പക്ഷേ നമ്മളോടൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷെ നമുക്ക് അത്ര സുഖം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം, അതായത് ഈ മിണ്ടാതിരിപ്പാൻ ഒരു കാലം, വാസ്തവത്തിൽ ആ ഒരു കാലത്തെ കുറിച്ച് ഒന്ന് പഠിക്കണം എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കയറുന്നു വന്നു. മിണ്ടാതിരുന്നാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട്, മിണ്ടാതിരുന്ന സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പെന്തക്കോസ്തുകാരായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പെന്തക്കോസ്തുകാരിൽ തന്നെ പാസ്റ്റർമാരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ചർച്ചയിൽ സംസാരിക്കുന്നത് പാസ്റ്റർമാർ തന്നെയാണ്. വിശ്വാസികളെല്ലാം മിണ്ടാതിരിക്കുകയും നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് പാസ്റ്റർമാരെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 39-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികൾ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരിക്കുമ്പോഴും നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരിക്കുമ്പോഴൊക്കെ തന്റെ സങ്കടം പൊങ്ങി വരികയാണെന്നാണ് ആ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത്. മാത്രമല്ല, അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നിമിത്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, തന്റെ ധ്യാനത്തിൽ തീ കത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും മൗനമായിരുന്നപ്പോ അദ്ദേഹം ധ്യാനിക്കുകയായിരുന്നു. ആ ധ്യാനം ഹൃദയത്തിൽ ചൂടായി മാറി അങ്ങനെ തീ കത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ കാര്യത്തിൽ ചിന്തിക്കുക. മിണ്ടാതിരിക്കുമ്പോൾ ഒരു ധ്യാനമാണെന്നും അത് നിമിത്തം തീ കത്തുക എന്ന് പറഞ്ഞാൽ ഒരു അഭിഷേകമാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ താഴേക്ക് വായിച്ചു നമുക്ക് കാണാൻ കഴിയും, യഹോവേ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ.
ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തത് പോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അപ്പോ അദ്ദേഹം മിണ്ടാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്റെ ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കണമേ. ഞാനൊരു ക്ഷണികനാണെന്ന് അറിയട്ടെ. നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. പക്ഷേ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ ഏതിനായി കാത്തിരുന്നു, എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ എന്നെ വിടുവിക്കണമേ. എന്റെ ഭോഷനെ നിന്ദിയാക്കി വെക്കരുതേ എന്നൊക്കെ പറയുന്ന സങ്കീർത്തനക്കാരൻ 9-ാമത്തെ വാക്യത്തിലാണ് എന്റെ യാഥാർത്ഥ്യം പറയുന്നത്. ഞാൻ വായു തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലേ അങ്ങനെ വരുത്തിയത്. വാസ്തവത്തില് അദ്ദേഹം മൗനമായിട്ടിരിക്കുകയായിരുന്നു. അല്ല, അദ്ദേഹം വായടക്കി മൗനമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അന്തരംഗം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അകം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ വാസ്തവത്തില് അദ്ദേഹത്തിന് മിണ്ടാനായിരുന്നു താല്പര്യം. പക്ഷേ ദൈവത്തിന് മുൻപാകെ മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നൊരു ബാധയെ കുറിച്ചിട്ടാണ്. ദൈവത്തിന്റെ ബാധ അദ്ദേഹത്തിന് ഉണ്ടായി, അത് നീക്കണമെന്നും ദൈവത്തിന്റെ കയ്യിൽ അടിയാൽ താൻ ക്ഷയിച്ചിരിക്കുന്നു എന്നുമാണ് താൻ അവിടെ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, താഴേക്ക് വായിച്ചാൽ അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളായി ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴു പോലെ ക്ഷയിപ്പിക്കുന്നു എന്നും ഏത് മനുഷ്യനോട് ശ്വാസം അത്രയാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കും അദ്ദേഹം പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണം. അപ്പൊ വാസ്തവത്തില് ദൈവം തന്നെ നോക്കുന്നതൊന്ന് നിർത്തിയിട്ട് ദൈവത്തിന്റെ നോട്ടം തങ്ങളിൽ നിന്ന് മാറ്റിയെടുത്ത് എനിക്ക് ഉന്മേഷം ലഭിക്കും എന്ന ഒരു നിലയിലേക്കാണ് ഒടുവിൽ. അപ്പൊ ഇവിടെ പ്രാർത്ഥനയും പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും മറ്റ് സങ്കീർത്തനങ്ങളിൽ കാണുന്ന പോലെ ദൈവമേ നീ എന്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരണമേ, ഞാൻ നടക്കേണ്ടുന്ന വഴിയിൽ നിന്ന് നടത്തണമേ എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ നോട്ടം എങ്കിൽ നിന്നൊന്ന് മാറ്റിയാൽ മതി, അപ്പൊ കാര്യങ്ങൾ ശരിയാവും. അപ്പോ വാസ്തവത്തിൽ ഇത് മൗനമാണോ? ഞാൻ ആ ഭാഗത്തെ ചിന്തിച്ചു വരുമ്പോൾ ഇതൊരു മൗനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മൗനമല്ല, മറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് മനഃപൂർവ്വം. കാരണം അത് മൗനമായിരുന്നെങ്കിൽ താൻ തന്റെ ഹൃദയത്തെയും എന്ത് ചെയ്യുമായിരുന്നു? തന്റെ ഹൃദയത്തെയും മൗനമാക്കി ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞാൻ എന്റെ ഹൃദയത്തെ താലോലിച്ച് മിണ്ടതാക്കിയിരിക്കുന്നതൊക്കെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ദൈവത്തിന്റെ മുൻപാകെ മൗനമായിരിക്കുകയല്ല താൻ ചെയ്യുന്നത്, തന്റെ അധരമടക്കി വെച്ചിരിക്കുന്നു എങ്കിലും തന്റെ ഹൃദയം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇതാണോ മൗനം? വാസ്തവത്തിൽ അതല്ല മൗനം. അതിനെ മൗനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നത് കൊണ്ടാണ് സങ്കീർത്തനക്കാരൻ മൗനമായിരിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ അനേക ചിന്തകളുടെ ഒരു വേലിയേറ്റം തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ വേറൊരു ഭാഗത്തിൽ കൂടെ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അത് വാക്യങ്ങളിൽ കൂടെയല്ല, ചില ചിന്തകളിൽ കൂടെ. മനുഷ്യൻ ദൈവത്തിന് മുൻപാകെ മിണ്ടാതിരുന്നാൽ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷേ ദൈവം മനുഷ്യനോട് മിണ്ടാതിരുന്നാൽ എന്തോ സംഭവിക്കും? നമുക്ക് ചരിത്രത്തിൽ അനേക തെളിവുകൾ ഉള്ളതിൽ ഒരു തെളിവ് എന്ന് പറയുന്നത് ഏതാണ്ട് മലാക്കി മുതൽ മത്തായി വരെ നീണ്ടു കിടക്കുന്ന ഒരു 400 വർഷത്തെ നിശബ്ദ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. 400 വർഷം ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചില്ല. നമുക്കറിയാം, അബ്രഹാമിന് ദൈവം വിളിച്ചുകൊണ്ട് വന്നു. അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ക്ഷാമമാണെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദത്ത ദേശത്ത് നിന്ന് താൻ കടന്നുപോയി. ഒടുവില് അബ്രഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, ഇസ്ഹാക്കിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, യാക്കോബിന്റെ കാലത്തുണ്ടായി. യാക്കോബിന്റെ കാലഘട്ടത്തുണ്ടായ ക്ഷാമം അവരെ മിസ്രൈമിൽ കൊണ്ടെത്തിച്ചു. അവരേതാണ്ട് ഒരു 400 വർഷം അവിടെ മിസ്രൈമിൽ പാർത്തു. അവിടെ നിന്ന് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം ദൈവം അവർക്ക് സ്വന്തമായി സ്ഥലം കൊടുത്തു. ദൈവം അവർക്ക് രാജാക്കന്മാരെ കൊടുത്തു. ദൈവം അവരെ ജാതികളുടെ മധ്യത്തിൽ ഒരു ജനതയാക്കി നിർത്തി. അതിനുശേഷം അവർ പ്രവാസത്തിലേക്ക് കടന്നുപോയി. ദൈവം അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു.
അവർക്ക് വീണ്ടും ആലയത്തെ മടക്കി കൊടുത്തു. രാജാവ് ഒഴികെ ബാക്കി എല്ലാവർക്കും ലഭിച്ചു. പക്ഷെ എങ്കിലും അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മലാക്കിക്ക് ശേഷം 400 വർഷക്കാലം ദൈവം അവരോട് സംസാരിച്ചില്ല. ഈ ഭാഗം നമുക്കറിയാം. പഴയ നിയമ ചരിത്രത്തിനും പുതിയ നിയമ ചരിത്രത്തിനും ഇടയിലുള്ള സമയമാണ് ഈ പറഞ്ഞ 400 വർഷക്കാലം. ദൈവം ഒന്നും തന്നെ അവരോട് സംസാരിച്ചില്ല. ആ കാലഘട്ടത്തിൽ തിരുവെഴുത്ത് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് വാസ്തവത്തിൽ പഴയ നിയമത്തെ അടച്ചുപൂട്ടിക്കൊണ്ട് ദൈവം തന്റെ ജനത്തോട് ഒന്നും തന്നെ സംസാരിക്കാതെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച അനേക കാര്യങ്ങളെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബൈബിളിൽ, നമ്മുടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മക്കാബിയൻസിന്റെ ചരിത്രമൊക്കെ നോക്കിയാൽ അതിനകത്ത് ഈ കാലഘട്ടത്തിലെ കുറച്ച് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ അധീനതയിലേക്ക് പിന്നീട് അവർ മാറ്റപ്പെട്ടു. ആദ്യം ഒരു ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ അടിമത്തിലായിരുന്നു, പിന്നെ ഒരു മേദ്യ പേർഷ്യയുടെ അടിമത്തിലേക്ക് ഒരു മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽ നിന്നും അവരെ മടക്കി വരുത്തി. ആ സമയത്ത് നമുക്കറിയാം അഹ്റോന്റെ വംശത്തിലെ നിയമവും പൗരോഹിത്യവും പുനഃസ്ഥാപിക്കപ്പെട്ടു. യഹൂദന്മാർ വിഗ്രഹാരാധന ഉപേക്ഷിച്ചു. എന്നിരുന്നാലും മലാക്കിയുടെ മുന്നറിയിപ്പ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവർ വിജാതീയരുടെ വിവാഹം കഴിച്ചു. അവര് ദൈവസന്നദ്ധിയിൽ ദശാംശം കൊടുക്കാതിരുന്നു. പുരോഹിതന്മാർ ദൈവാലയത്തെ അവഗണിച്ചു. ആളുകളെ ദൈവത്തിന്റെ വഴി പഠിപ്പിക്കാൻ അവർ വിസമ്മതിച്ചു. അങ്ങനെ ദൈവത്തെ വേണ്ടത്ര നിലയിൽ ബഹുമാനിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് ദൈവം അവരെ BC 333 അവരെ വീണ്ടും ഗ്രീക്കുകാർക്ക് കീഴടക്കി കൊടുത്തു. അങ്ങനെ അവർ ഈജിപ്തിന് കീഴടങ്ങി. ആ ഭരണകാലത്തുടനീളം യഹൂദന്മാര് നല്ല മനുഷ്യരാണെന്നൊക്കെ ജനത്തിനിടയിൽ അവര് പരിഗണിക്കപ്പെട്ടു. അതുപോലെ അവര് ഗ്രീക്ക് ഭാഷയും അതുപോലെ ഗ്രീക്ക് ആചാരങ്ങളും അവരുടെ പെരുമാറ്റ ചട്ടങ്ങളൊക്കെ പഠിച്ച് അവര് ഗ്രീക്കിലോട്ട് പതുക്കെ പതുക്കെ അവർ മാറാൻ തുടങ്ങി. മാത്രമല്ല കാലഘട്ടത്തിൽ ദൈവം ചെയ്ത വേറൊരു പ്രത്യേകത, സെപ്റ്റുവജന്റ് എന്ന് പറയുന്ന ഒരു ബൈബിൾ അവർക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടി, ഗ്രീക്ക് ഭാഷയിലേക്ക് കിട്ടി. അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് സമയത്തുണ്ടായത്. അത് നിമിത്തം പുതിയ നിയമത്തില് നമ്മൾ നോക്കിയാൽ യേശുവിനും ശിഷ്യന്മാർക്കൊക്കെ പ്രസംഗിക്കാനൊക്കെ അത് ആ പഴയ നിയമ കയ്യെഴുത്ത് പ്രതികളൊക്കെ അവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. BC 204 സിറിയയിലെ അന്ത്യോക്കസ് എന്ന് പറയുന്ന മഹാനായ രാജാവ് ഇസ്രായേൽ പിടിച്ചെടുക്കുന്നവരെ യഹൂദ നിയമങ്ങളും പൗരോഹിത്യങ്ങളും ഏറെക്കുറെ അത് വല്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്ന അന്ത്യോക്കസ് എപ്പിപ്പാനസ് യഹൂദന്മാരെ പീഡിപ്പിച്ചു, പൗരോഹിത്യത്തെ നശിപ്പിച്ചു. BC 171 എപ്പിനസ് വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി. മാത്രമല്ല അതിനുശേഷം പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. യൂദാസ് മക്കോബിയസിന്റെ പ്രക്ഷോഭണം നിമിത്തമായിട്ട് അവർ യെരൂശലേം ദേവാലയത്തെ തിരിച്ചുപിടിച്ചു, അതിനെ ശുദ്ധീകരിച്ചു. എന്നിരുന്നാലും BC 63 റോമാക്കാർ ഇസ്രായേലിന്റെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുത്തു. അങ്ങനെ സിറിയക്കാരും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധമുണ്ടായി. പോപ്പി യഹൂദന്മാരെ വീണ്ടും ആക്രമിച്ചു. അങ്ങനെ BC 47 സീസർ യേശാവിന്റെ പിൻഗാമിയായിരുന്ന ആന്റിപേറ്റർ അവരെ യഹൂദിയുടെ ആയിട്ട് നിയമിച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ 2 പുത്രന്മാരെ ഗലീലയിലും യഹൂദയിലും രാജാക്കന്മാരായിട്ട് നിയമിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ നോക്കുമ്പോൾ പുതിയ നിയമം നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ആന്റിപേറ്ററിന്റെ മകനായിരിക്കുന്ന മഹാനായ ഹെരോദാവ് രാജാവിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ രാഷ്ട്രീയം അവരുടെ സഭയിലേക്ക് ഇടിച്ചു കയറി. രാഷ്ട്രീയ പ്രേരിതമായി അവരുടെ പൗരോഹിത്യം മാറ്റപ്പെട്ടു. അഹരോന്റെ വംശപാരമ്പര്യത്തെ പിന്നെ കാണുന്നില്ല. അവിടെ ഓരോ കൂറുകളായിട്ട് വേർതിരിഞ്ഞുകൊണ്ട് അവിടെ ആലയത്തിലെ ശുശ്രൂഷകൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ കാണാതിരുന്ന പലതിനെയും പിന്നെ പുതിയ നിയമത്തിൽ കാണാൻ തുടങ്ങി. സദൂക്യര്, ഫരീസിയര്, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് അങ്ങനെയുള്ള വഴികൾ അവിടെ സംജാതമായി. അവിടെ പറയുന്നത് സദൂക്യര് ഗ്രീക്കുകാരുടെ ലിബറൽ മനോഭാവങ്ങളെയും ആചാരങ്ങളെ അനുകൂലിച്ചു. മതത്തിന്റെ കാര്യത്തിൽ അവർ തോറയിൽ മാത്രം ഉറച്ചു നിന്നു. എന്നാൽ മിക്ക പ്രഭുക്കന്മാരെയും പോലെ രാഷ്ട്രം ഭരിക്കുന്നതിൽ ദൈവത്തിന് എന്തെങ്കിലും പങ്കുണ്ടായിരിക്കണമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പരീശന്മാർ യാഥാസ്ഥിക തീഷ്ണതയുള്ളവരായിരുന്നു. അവർ ശാസ്ത്രിമാരുടെ സഹായത്തോടെ മത നിയമം വികസിപ്പിച്ചെടുത്തു. കൂടാതെ സിനഗോഗുകളും പുതിയ ആരാധനാലയങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും രാജ്യത്തിലുടനീളം വളർന്നു. മതവും സിവിൽ നിയമങ്ങളും നിയന്ത്രിക്കുന്നത് ചെറുതും വലുതുമായ സൻഹൃദീനുകളായിരുന്നു. വലിയ സൻഹൃദീനിൽ പ്രധാന പുരോഹിതനും മറ്റ് 7 അംഗങ്ങളും ഉണ്ടായിരുന്നു.
ചിലപ്പോൾ അവരുടെ ശിക്ഷാ നിയമങ്ങളിൽ ചില കാര്യങ്ങളെ അവിടെ ഉൾപ്പെടുത്തി. 39 ചാട്ടവാറടികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ നിയമത്തിൽ കൊണ്ടുവന്നു. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആ കാലഘട്ടം നമ്മൾ നോക്കി വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ മൗനം വളരെ ശക്തമായി അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ തന്നെ ഛിദ്രിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ദൈവപ്രവൃത്തി അവർക്ക് കാണാൻ കഴിയാതെ വന്നു. മാത്രമല്ല, അവരോട് സംസാരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒറ്റ അഭിഷിക്തനും ആ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വന്നില്ല. ആ കാലഘട്ടത്തിൽ ബൈബിളിലെ ഒരു പുസ്തകങ്ങളും രേഖപ്പെടുത്തിയില്ല. ഇതിന്റെ ഒക്കെ കാരണം ദൈവത്തിന്റെ മൗനമായിരുന്നു. അങ്ങനെ ഏതാണ്ട് BC 171 മുതൽ 165 വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ നോക്കിയാൽ അത് ഇസ്രായേൽ ദൈവമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന പോലത്തെ അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുകയുണ്ടായിരുന്നു. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അനേക പ്രവചനങ്ങൾ നിറവേറ്റപ്പെട്ടു. എന്നാൽ ദൈവം യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ പറഞ്ഞതായിരിക്കുന്ന ജനത്തിന് യേശു ഭൂമിയിലേക്ക് വന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ പോയി. അതിന്റെ കാരണം ദൈവം അവരോട് മൗനമായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇസ്രായേലിന് ഈ നാൾ വരെയും, നമ്മളിപ്പോൾ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഇന്ന് വരെയും അവർക്ക് പൂർണ്ണമായി യേശുവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയി. മാത്രമല്ല, നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ട് അന്തിക്രിസ്തുവിന്റെ ഭരണ കാലഘട്ടം വരെയും അവർക്ക് ഈ വന്നത് യേശുവാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ അവരുടെ കണ്ണുകൾ അന്ധമായി തീർന്നു. അതിന്റെ കാരണവും ദൈവത്തിന്റെ മൗനം തന്നെയാണ്. അപ്പോ ദൈവം മിണ്ടാതിരുന്നത് കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തൊരു ജാതി ഇനി സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ഭരണകാലം വരെയും വേണ്ടത്ര വെളിപ്പാട് ലഭിക്കാത്ത നിലയിൽ അന്ധരായി തീരുന്ന ഒരു കാഴ്ച നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് അവിടെ 8:1 യേശു 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ ഏകദേശം സ്വർഗത്തിൽ അരമണിക്കൂർ മൗനമുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് അതുവരെയും സ്വർഗത്തിൽ ഉയർന്നു കേട്ട ആരാധനയും അതുവരെയും അവിടെ നിറഞ്ഞു നിന്ന ആഹ്ലാദങ്ങളും അരമണിക്കൂർ നേരത്തേക്ക് മിണ്ടാതായി. എന്തുകൊണ്ട് മിണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ട് വരാൻ പോകുന്ന പല കാര്യങ്ങളും അത് അത്ര നല്ല കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾക്കും ഇതുവരെ നടന്ന കാര്യങ്ങൾക്കും ഇടയിൽ പിന്നെ ഉണ്ടായത് ഒരു മൗനമായിരുന്നു. അപ്പൊ വാസ്തവത്തില് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം മൗനമായിരുന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദൈവം മൗനമായിരുന്നാൽ നമുക്ക് ആർക്കും അവന്റെ മുൻപാകെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദൈവം മൗനമായിരുന്നാൽ അത് കൊടുങ്കാറ്റിന്റെ മുൻപിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് മുൻപേ ഉണ്ടാകാനിരിക്കുന്ന ഒരു ശാന്തതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബൈബിൾ പരിശോധിച്ചാൽ. കാരണം ഒരു ചെറിയ പ്രയർ ആയതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ദൈവം മൗനമായിരുന്നാൽ നമുക്ക് ആർക്കും നിൽക്കാൻ സാധിക്കില്ല. ദൈവം മൗനമാകാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അല്പമെങ്കിലും ആത്മീയരായിട്ട് നിൽക്കുന്നത്. ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്നത് നിർത്തിയെങ്കിലും പുതിയ നിയമ ഭക്തരെന്ന് അവകാശപ്പെടുന്ന, പുതിയ നിയമ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന നമ്മോട് ദൈവം ഈ കാലഘട്ടത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രയർ ലൈനിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ്. ഞാനെന്നൊരു വ്യക്തി കേവലം ഇവിടെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന കേവലം ഒരു ശബ്ദം മാത്രമാണ്. പക്ഷെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. എന്നാൽ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് നാം മിണ്ടാതിരിക്കും, നാം മൗനമായിരിക്കും. എപ്പോഴൊക്കെ നമുക്ക് മൗനമായിരിക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ നിങ്ങളൊന്നും മൗനമായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയില്ല. പല കുടുംബ പ്രശ്നത്തിന്റെ കാരണം രണ്ടുപേരും സംസാരിക്കുന്നതുകൊണ്ടാണ്. ഒരാൾ മൗനമായിരുന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ലായിരുന്നു. ചില സ്ഥലങ്ങളിലുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ പ്രതിസന്ധി ഉണ്ടാകുന്നു. മിണ്ടാതിരിക്കാൻ വാസ്തവത്തിൽ നമുക്ക് കഴിയുന്നു. നമ്മള് സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത് ദാവീദ് പറയാണ്, ഞാൻ മിണ്ടത്തില്ല, ഞാൻ മൗനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ദൈവസേന വന്നിരുന്നു. പക്ഷെ അവന്റെ അന്തരം എങ്ങനെയായിരുന്നു? നമ്മുടെ അധരത്തെ വേണമെങ്കിൽ നമുക്ക് മൗനമാക്കി വെക്കാൻ കഴിയും, പക്ഷെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് മൗനമാക്കി വെക്കാൻ സാധിക്കും. ഈ ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് പകരം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് മൗനമാക്കി വെക്കാൻ കഴിഞ്ഞാൽ
ഞാൻ ഇന്ന് പകരം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമേറിയ ഒരു ആയുധം നിങ്ങൾ പ്രയോഗിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ മൗനമാക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ. അധരത്തെ അടക്കി വെച്ചുകൊണ്ട് കാര്യമില്ല. അധരത്തെ അടക്കി വെച്ചൊന്നും സംഭവിക്കുന്ന അറിയാവോ? നമ്മുടെ ഹൃദയത്തിൽ പല ചിന്തകൾ ഇങ്ങനെ പൊങ്ങി വരും. ഇതിങ്ങനെ പൊങ്ങി വന്ന് പിന്നെ നമ്മൾ അധരം തുറക്കുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെ? ഇപ്പോൾ ചില വീടുകളിൽ ചില ഭർത്താക്കന്മാരും മിണ്ടാതിരിക്കും, ഭാര്യ എന്തോ പറഞ്ഞാലും മിണ്ടത്തില്ല. പക്ഷെ ചില സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം വായ തുറക്കുമ്പോൾ പിന്നോട്ട് അത് വലിയ പൊട്ടിത്തെറിയായിരിക്കും, അത് വലിയ പ്രശ്നമായിരിക്കും, അത് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോ നമ്മൾ മൗനമായിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ മൗനമാക്കിക്കൊണ്ടാണോ, അതോ കേവലം പുറത്തുള്ള അധരത്തെ മാത്രം മൗനമാക്കിക്കൊണ്ടാണോ? അധരത്തെ മൗനമാക്കിക്കൊണ്ട് ഹൃദയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, പല തരത്തിലുള്ള രോഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകും. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന വാക്കുകൾ, ചിന്തകൾ, അത് നിങ്ങളുടെ അസ്ഥികളെ പോലും തകർത്ത് കളയും. കാരണം അങ്ങനെ തെളിയിക്കുന്ന അനേക വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. സദൃശവാക്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നദ്ധിയിൽ സാന്ത്വനപ്പെടുത്തി ജീവിതത്തിൽ വരുന്ന ഏത് കാര്യത്തെയും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നാം അങ്ങനെ വെച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമായിരിക്കും. അപ്പൊ അതുകൊണ്ട് സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. അപ്പോ പലതിലും നമുക്ക് സംസാരിക്കാനല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മളോട് മിണ്ടാതിരിക്കാൻ. കാരണം ദൈവം മിണ്ടാതിരുന്നപ്പോൾ ഇതുവരെയും ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന നാമും മിണ്ടാതിരുന്നാൽ മുന്നോട്ട് ദൈവം ചെയ്യുന്ന അവന്റെ പ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഇനി ചില സങ്കടങ്ങൾ ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. അവരുടെ ചില സങ്കടങ്ങൾ അവർ മൗനമായിട്ടിരിക്കുന്നെങ്കിലും അവർ പറയും, ഞാനത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എന്താ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്? ഇപ്പൊ എനിക്കൊരു വ്യക്തിയോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ട്, ദൈവമേ അയാളെ നശിപ്പിക്കണമേ, അല്ലെങ്കിൽ അയാളോട് ചോദിക്കണമേ. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ആത്മീയ പദമുണ്ട്, ദൈവമേ സന്ദർശിക്കണമേ. ഞാൻ പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെട്ടു പോയിട്ടൊരു ശബ്ദമാണ്. എന്താ ദൈവം സന്ദർശിക്കണം നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവന് തക്കവണ്ണം നല്ല അടി കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ശരിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചില 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 ധാരണകളുണ്ട്. ആ നിലയിൽ ദൈവം അവരോട് ഇടപെടണം. വാസ്തവത്തിൽ അതാണോ പ്രാർത്ഥന? ചില സാഹചര്യങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പെന്തക്കോസ്തുകാരിൽ എല്ലാവരിലും അല്ല, ചിലരിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടത് എന്താണ്? ദൈവമേ എപ്പോൾ ഞാൻ നിന്റെ മുൻപാകെ വരുവാനിടയായി തീരും? ദൈവമേ ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? ഞാൻ നിനക്ക് എന്ത് കൊണ്ടുവന്ന് തരും? ഇതാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ട ചിന്ത. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ മുമ്പിൽ നിൽക്കുകയും ദൈവത്തിന് പകരമായി നമ്മളുടെ ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് എന്തോ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പ്രാർത്ഥന എന്തായിട്ടാ തീരേണ്ടത്? ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ എന്താണ് തരേണ്ടത് എന്നുള്ളൊരു സ്നേഹമാണ് നമുക്ക് പ്രാർത്ഥനയായിട്ട് വെളിപ്പെടേണ്ടത്. ദൈവം നമുക്ക് എന്തെങ്കിലും തരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ സൗജന്യമാണ്, അവന് ഇഷ്ടമുള്ള ദൈവം നമുക്ക് തരട്ടെ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് പലതും പിടിച്ചു വാങ്ങേണ്ടതായിരിക്കരുത് എന്നാണ് പഴയ നിയമപുസ്തകങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയുക. ഭക്തന്മാരെ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ ഒത്തിരി മാറിപ്പോയി. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ മുൻപിൽ നിർത്തേണ്ടതിന് പകരം ആഗ്രഹങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ഒരു വ്യക്തിയായി ദൈവത്തെ കാണുന്ന നിലയിലേക്ക് നമ്മൾ ആത്മീയരായിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് പറ്റത്തില്ല. ദൈവശബ്ദം കേൾക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളെ മിണ്ടാതാക്കിക്കൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള സകല ആവലാതികളെയും മിണ്ടാതാക്കിക്കൊണ്ട്, ആ കാര്യങ്ങളുടെ മധ്യത്തിൽ മൗനമായിരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നിലയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുകയും ദൈവം നമ്മോട് ഇടപെടുകയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോ ഈ മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഏതൊരു വിഷയം വന്നാലും നമുക്ക് പ്രതികരിക്കണം. ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ, ഞാൻ മുഖത്തു നോക്കി സംസാരിക്കും. വാസ്തവത്തിൽ അതൊക്കെ മൂഢത്തരമാണ്. കാരണം ഈ മുഖത്തു നോക്കി പറയാന്ന് പറഞ്ഞാൽ അത് വലിയ നല്ല കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അത് പറയാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി തീർക്കുന്നത്. ഈ മുഖത്തു നോക്കി നിങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കാരണം അതിന് അടക്കി വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയേണ്ടി വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനെ അടക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ ദൈവം സംസാരിക്കും ദൈവത്തിന്റെ സമയത്ത്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നു. ഇതാണ് ഇന്ന് പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഒരു കാലമുണ്ടെന്ന് ഇവിടെ
നമ്മുടെ ശലോമോൻ പറയുമ്പോൾ സംസാരിപ്പാൻ ഒരു കാലം ദൈവം നമുക്ക് തരും എന്നും കൂടെ അതിനോട് കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുക, ഇപ്പോ നമ്മുടെ ഹൃദയം ഒരു കുളം പോലെയാണെന്ന് ചിന്തിക്കും. നമ്മുടെ ഹൃദയം ഒരു കുളം പോലെയാണ്. ഈ കുളം ഇങ്ങനെ ശാന്തമായി കിടക്കുകയാണ്, അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിനകത്തോട്ടൊരു മനുഷ്യൻ വന്ന് ഇറങ്ങുകയാണെന്ന് വിചാരിക്കും. ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങിയാൽ അവിടെ ഓളങ്ങൾ ഉണ്ടാകും, ചെറിയ ചെറിയ ഓളങ്ങൾ ആരംഭിക്കും. പിന്നെ അദ്ദേഹം അനങ്ങുന്നതിനനുസരിച്ചിട്ട് ആ ഓളം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ ഞാൻ ഇറങ്ങിയത് കൊണ്ട് ഈ കുളം അസ്വസ്ഥമായല്ലോ, അല്ലെങ്കിൽ ഇന്ന കാര്യം ഈ കുളത്തിലേക്ക് വന്നപ്പോൾ ഈ കുളം അസ്വസ്ഥമായല്ലോ. എന്നാൽ ഇതിനൊന്ന് ശാന്തമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ ആ കുളത്തെ ഒന്ന് തലോടി തടവി ശാന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ കുളം ശാന്തമാകും. നമ്മൾ എത്രത്തോളം അതിനെ തലോടുന്നോ അത്രത്തോളം ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ അതിൽ നിന്നൊന്ന് മാറി പുറത്തു നിന്നിട്ട് അതിനെ ശാന്തമാകാൻ വിടുക. അത് തന്നെത്താനെ ശാന്തമായി കൂടും. ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനോടും ചെയ്യേണ്ടത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുക, മനസ്സിനെ ദൈവത്തിന്റെ സന്നിധിയിൽ മൗനമാക്കി വെക്കുക. ഇതൊക്കെ മാനസാന്തരത്തിന്റെ ചില അനന്തര ഫലങ്ങളാണ് അതിൽ കൂടെ ഉണ്ടാകുക. നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും മനസ്സിലിട്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ നമ്മൾ താലോലിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമാകുകയല്ല ചെയ്യുക. ഈ കുളം പോലെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ മനസ്സിനെ ശാന്തമായി കുറച്ചു നേരം വിട്ടേക്കുക. നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും മാറി ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരുന്നിട്ട് ദൈവമേ സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ തന്നെ സ്തുതിയും സ്തോത്രം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരുന്ന ആ പ്രോസസ്സ് നിൽക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സ് ഒരു ശാന്തത കൈവരിക്കും. ഈ ശാന്തത നമ്മൾ കൈവരിച്ചാൽ ആ വിഷയം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭാഷണത്തിൽ കൂടെയല്ല, നമ്മുടെ ഫീലിംഗിൽ കൂടെ അത് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയും അതിന് തക്കതായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. ഈ നിലയിൽ നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിന്റെ സന്നിധി ശാന്തമായി നമുക്ക് ആശയവിനിമയം ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ശാന്തമായിട്ട് ആശയവിനിമയം ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാചിന് പോലും മനസ്സിലാകത്തില്ല നമ്മൾ എന്ത് വിഷയമായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിരിക്കുന്നത്. കാരണം അവിടെ ഭാഷണമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഫീലിംഗ്, ഹൃദയത്തെ, മനസ്സുകളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ദൈവം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മോട് തക്കവണ്ണം ഇടപെടും. ദൈവം നമുക്ക് ശാന്തത തരും, ദൈവം നമുക്ക് സ്വസ്ഥത തരും, ദൈവം അതിൻ്റെ ഒടുവിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഈ നിലയിൽ ശാന്തമായിരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് ചിലതിനെ ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്നൊരു ചിന്തയാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അനേക കാര്യങ്ങൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അനേക കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ സമയം ഇവിടെ തീരുന്നുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും കുടുംബമായിട്ട് വഹിക്കുക. ഞാനീ പറഞ്ഞ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പകർത്തുക. ഓക്കെ, സ്വർഗ്ഗത്തിൽ ദൈവം നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായിട്ടുള്ള ഒരു ആത്മീകമായിട്ടുള്ള ചിന്തയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രണ്ട് വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം കുര്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ ഇന്ന് പൂർണ്ണമാക്കാം. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് മിണ്ടാതിരിപ്പാൻ ഒരു കാലം, നമുക്ക് അറിയാം എല്ലാത്തിനും ഒരു കാലമുണ്ട്. എന്നാൽ മിണ്ടാതിരിപ്പാൻ ഒരു കാലം, അത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. മിണ്ടാതിരിക്കുക, ചില സാഹചര്യങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് പ്രയാസമുള്ള. നമുക്ക് എല്ലാവർക്കും കൂടുതൽ സംസാരിക്കാനാണ് താല്പര്യം. നമ്മൾ പറയാം സ്ത്രീകൾക്ക് സംസാരിക്കാൻ താല്പര്യം എന്ന് പറയാം. എല്ലാവർക്കും കൂടുതൽ സംസാരിക്കാനാണ് താല്പര്യം. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, നമ്മൾ മിടുക്കനാണെന്ന് കാണിക്കാനായിരിക്കാം. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, കുടുംബജീവിതത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ചില ബന്ധങ്ങൾ തന്നെ സംസാരത്തിൽ നിന്ന് തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ സംസാരത്തെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലേ യാക്കോബിന്റെ ലേഖനത്തിലെ യാക്കോബ് പറയുന്നുണ്ടല്ലോ, നാവിനെ മെരുക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് ഈ കുതിരയെ നമുക്ക് മെരുക്കാൻ പറ്റും. വളരെ ശക്തിയുള്ള ഒരു മൃഗമാണല്ലോ കുതിര. അതിനെ പോലും മെരുക്കി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ അതിനെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകാനായിട്ടും ഒക്കെ സാധിക്കും. പക്ഷെ നാവിനെ മെരുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഓരോരുത്തർ സംസാരിക്കുന്നത് നമ്മളെ എത്രമാത്രം ഹർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. അവര് അങ്ങനെ സംസാരിക്കുക, പക്ഷെ മറ്റുള്ള സംസാരം നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. ദൈവം തന്നെ പറഞ്ഞു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ദൈവസന്നിധി കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിച്ചു.
പലപ്പോഴും നമ്മൾ നാമം കൊണ്ട് മിണ്ടാതിരിക്കും, പക്ഷെ നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സംസാരിച്ചുകൊണ്ടിരിക്കും. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കി ദൈവസന്നിധിയിലെ ദൈവം മുമ്പാകെ, മറ്റുള്ളവരുടെ മുമ്പാകെ ഹൃദയത്തെയൊക്കെ ശാന്തമാക്കി നമുക്ക് നിൽക്കുന്നതിനായിട്ട് സാധിക്കുമെങ്കിൽ അതൊരു വലിയ വിജയമാണ്. അത് നമുക്കറിയാം, ദൈവം മൗനമായിട്ടിരുന്നപ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ മൗനമായിട്ടിരുന്ന് ദൈവത്തിന്റെ സംസാരം നമുക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കാം. പലപ്പോഴും ദൈവത്തിന്റെ സംസാരമല്ല നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ സംസാരം ദൈവം കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞു, മിണ്ടാതിരുന്നത് ഞാൻ ദൈവം എന്നറിഞ്ഞോളൂ. നമ്മൾ ദൈവത്തോട് വ്യംഗ്യമായിട്ട് പറഞ്ഞതെന്താ? ദൈവം ഒന്ന് മിണ്ടാതിരിക്കും, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണല്ലോ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഭാഷണം കൊണ്ട്, അല്ലെ അമിത ഭാഷണം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്ന് ദൈവം പറഞ്ഞല്ലോ. അത് കർത്താവ് തന്നെ അത് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്കറിയാം, ഭാരതത്തിലൊക്കെ പണ്ടത്തെ മഹർഷിമാരൊക്കെ എങ്ങനെയാ പ്രാർത്ഥിച്ചിരുന്നത്? അവര് വർഷങ്ങളോളം മിണ്ടാതിരുന്ന് തപസ് ചെയ്യുകയാണെന്ന്, മൗനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദാസൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിനോട് പറഞ്ഞ് അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്ന് പറയുക. എന്നാൽ ശരിയായിട്ടുള്ള പ്രാർത്ഥന എന്താണ്? ദൈവഹിതം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ മിണ്ടാതിരുന്ന് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. പൗലോസിന്റെ പ്രാർത്ഥനയല്ല, അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം, ദൈവഹിതം എന്താണെന്ന് നിങ്ങൾ അറിയണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ വളർന്ന് ദൈവഹിതം മനസ്സിലാക്കി അത് ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ തികഞ്ഞു വരണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ തികഞ്ഞു വരണം. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഒത്തിരി സംസാരമൊക്കെ നിർത്തി ഞങ്ങൾ ശാന്തരായിട്ടിരുന്ന്, ഞങ്ങളുടെ സംസാരം വാ മാത്രമല്ല ഹൃദയം കൂടെ ശാന്തമായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവസന്നിധിയിൽ നിന്ന് കേട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ, അതാണല്ലോ ലേഖനത്തിലും പറയുന്നത്, നിങ്ങൾക്ക് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമായിരിക്കണം. അത് നമ്മൾ ശരിയായിട്ട് കേൾക്കുകയും 10 കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, പക്ഷെ നേരെ തിരിച്ചാ നമ്മൾ മിക്കവാറും 10 കാര്യം നമ്മൾ പറയുകയും ഒരു കാര്യം കേൾക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാൻ. കർത്താവ് തന്റെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ആഴമായിട്ടുള്ള ചില ആത്മീക സത്യങ്ങളാണല്ലോ കർത്താവിന്റെ ദാസനെ പറയാൻ ശ്രമിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് വളരെ പ്രയോജനം ചെയ്യും. അത് മനസ്സിലാക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കി നമ്മൾ അത് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് മുഖാന്തരമാണ്. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേക കർത്താവിലേക്ക് നയിക്കുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം കർത്താവ്